കോഴിക്കോട് വടകര ചെമ്മരത്തൂരിൽ ടാങ്കർ മറിഞ്ഞു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾക്കായി മണ്ണെടുക്കുന്ന വാഹനങ്ങൾക്ക് ഡീസൽ എത്തിച്ച ടാങ്കർ ലോറിയാണ് സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞത്. ക്രെയിനും JCBയും ഉൾപ്പെടെ ഉപയോഗിച്ച് ഏറെ പരിശ്രമിച്ചാണ് ലോറി പുറത്തെടുത്തത്. വിവരങ്ങളുമായി അനീസ് അലിയുണ്ട്. അനീസ്, ഈ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ, മറ്റെന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഹരി, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നുണ്ട്. ഈ പ്രദേശം അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രദേശവാസികൾ സമരസമിതി രൂപീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലായിരുന്നു. ഇതിനിടയിലാണ് ഈ മണ്ണെടുക്കുന്ന ലോറികൾക്ക് വേണ്ടി ടാങ്കറിൽ ഡീസൽ എത്തിച്ചിരുന്ന ടാങ്കർ ലോറി മറിഞ്ഞു പോയത്. ഇത് ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. ഈ മണ്ണെടുക്കുന്നത് അശാസ്ത്രീയമാണ് എന്നാണെങ്കിലും ആരോപിച്ചുകൊണ്ട് ജനങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ജനവാസ മേഖലയിൽ മണ്ണെടുക്കുന്നത് ശാസ്ത്രീയ പഠനം നടത്തിയല്ല എന്നെല്ലാം ആരോപിച്ചുകൊണ്ടാണ് ജനങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ ടാങ്കർ ലോറി മറിയുന്നത്. ഇന്നിപ്പോ വൈകുന്നേരം 5 മണിയോടെ ഈ അപകടം ഉണ്ടായി. ക്രെയിനും JCBയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോറി പിന്നീട് പുറത്തെടുത്തത്. ഈ ഡീസൽ പ്രദേശത്ത് പരന്നൊഴുകിയത് ജനവാസ കേന്ദ്രത്തിൽ ഇത്ര വലിയ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും ഡീസൽ പരന്നൊഴുകുകയും ചെയ്തത് ആശങ്ക ഉണ്ടാക്കിയിരുന്നു. പക്ഷെ വലിയ തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരെല്ലാം അതീവ ജാഗ്രതയിൽ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. ശരി അനീസ്.